അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കടുത്തുപോയോ? അതിൻ്റെ നിർമ്മലതയും അതിലെ ഇഖ്ലാസും ഈമാനും തഖ്വയും കുറഞ്ഞുപോയോ? ഇത് പരിശോധിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്. എന്താണത്? പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആനിലെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിലും നമ്മുടെ അമലുകളിലും അഥവാ പ്രവർത്തനങ്ങളിൽ വർധനവുണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതുവരെ ചെയ്തിരുന്ന ഒരു ഹറാമിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇന്നലെ വരെ ചെയ്തു വന്നിരുന്ന നന്മകളിൽ ഏതെങ്കിലും ഒന്നിൽ വർധനവ് വരുത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ചെയ്തുപോയ പാപങ്ങളുടെ പേരിൽ ഖേദം തോന്നുകയും തൗബ ചെയ്യുവാൻ നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമല്ല. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും തഖ്വയുടെയും അംശങ്ങൾ നഷ്ടപ്പെടുകയോ കുറഞ്ഞു പോവുകയോ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അൽ അൻഫാലിലെ 2-ാമത്തെ ആയത്ത് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ വിശ്വാസികൾ, ഈമാനുള്ളവർ, അല്ലാഹുവിനെക്കുറിച്ച് പറയപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടുന്നതാണ്, ഭയപ്പാടിലാകുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ അവർ സ്വയം പാരായണം ചെയ്ത് കേൾക്കുകയോ മറ്റുള്ളവർ പാരായണം ചെയ്യുന്നത് കേൾക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ഖുർആൻ പഠിച്ചു, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആ ആയത്തിലുള്ളത് എന്താണ് എന്നറിഞ്ഞു. അതിനുശേഷം സാദതുഹും ഈമാന, അവരുടെ ഈമാനിൽ വർധനവുണ്ടാവുകയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഹൃദയത്തിലുള്ള വിശ്വാസം മാത്രമല്ല, മറിച്ച് ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയത്തിൽ വിശ്വസിക്കലാണ്. വ ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് പ്രഖ്യാപിക്കലാണ്. വ അമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. അപ്പോൾ ഈമാനിൽ വർധനവുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലെ ഇഖ്ലാസും തഖ്വയും വിശ്വാസവും വർദ്ധിക്കുന്നു. അള്ളാഹുവിന് നാം നൽകേണ്ടുന്ന ഇബാദാത്തുകൾ, അത് നാവുകൊണ്ടുള്ളതും ശരീരം കൊണ്ടുള്ളതുമാകട്ടെ, ആ ഇബാദാത്തുകളിലൊക്കെ, ആരാധനകളിലൊക്കെ, സൽക്കർമ്മങ്ങളിലൊക്കെ വർധനവുമുണ്ടാകുന്നു. അതിനാണ് ഈമാൻ വർദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടും ഈ ഒരവസ്ഥ നമുക്കില്ലെങ്കിൽ ഖുർആൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാവുന്നില്ല എന്നാണ് അർത്ഥം. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നില്ല എന്നാണ് അർത്ഥം. അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹൃദയം കടുത്തുപോയിരിക്കുന്നു, ഹൃദയ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഖുർആനിന്റെ സ്വാധീനം അവരിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനിന്റെ സ്വാധീനത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പരിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മേലെയാണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി കൊണ്ട് അത് പൊട്ടിച്ചിതറിപ്പോകുന്നതാണ്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഗൗരവമേറിയ വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. പർവ്വതങ്ങൾ പോലും തകർന്ന് തരിപ്പണമായി പോകുമെങ്കിൽ പിന്നെ ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ ആ കല്ലിനേക്കാൾ, പർവ്വതത്തേക്കാൾ, കരിങ്കല്ലിനേക്കാൾ നമ്മുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുകയും അങ്ങനെയുള്ള ഹൃദയകാഠിന്യം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ പടച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈമാനിലും തഖ്വയിലും വർധനവ് ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ
നാം ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 22-23 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഹൃദയങ്ങൾ കടുത്തുപോയ ആളുകൾക്ക് നാശം. അവർ വ്യക്തമായ വഴികേടിലാണ്. അവരുടെ ഹൃദയം കടുത്തുപോയി. എന്നാൽ ഹൃദയം കടുത്തുപോയിട്ടില്ല എന്നതിന് തെളിവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് പറയുന്നത് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീൻ ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല വർത്തമാനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു, അഥവാ പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ അത് കാരണം വിറകൊള്ളുന്നതാണ്. പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയവുമെല്ലാം അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി വിനയപ്പെട്ട് മടങ്ങുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഏറ്റവും അഹ്സനായ, ഏറ്റവും നല്ല വൃത്താന്തമാണ്, ഹദീസാണ്. ആ ഖുർആൻ പഠിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തൊലികൾ വിറകൊള്ളുന്നതാണ്. ഹൃദയവും ശരീരവും പിന്നെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിലേക്ക് മടങ്ങുന്നതാണ്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് കാഠിന്യമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥം ലഭിച്ചിട്ടും അള്ളാഹുവിനെ നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കടുത്തുപോയി. ഹൃദയം കടുത്തവർക്ക് നാശം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ പരിശോധിക്കുക. നാം ഖുർആനിന്റെ പഠിതാക്കളാണ്, ധാരാളം സൂറത്തുകളും ആയത്തുകളും പഠിപ്പിക്കുന്നു. എന്നിട്ടും അത് നമ്മുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നില്ലെങ്കിൽ, ഈമാനിൽ, ഇഖ്ലാസിൽ, തഖ്വയിൽ സ്വാധീനമുണ്ടാക്കുന്നില്ലെങ്കിൽ അറിയുക നമ്മുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എന്ന്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് സമയമായില്ലേ അല്ലാഹുവിനെ ഭയപ്പെടുവാൻ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങുവാൻ അവർക്ക് സമയമായില്ലേ? അഥവാ പരിശുദ്ധ ഖുർആൻ കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹുവിനെക്കുറിച്ച് പേടി തോന്നുവാൻ അവർക്ക് സമയമായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഖുർആനിലെ വചനങ്ങൾ അവരുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നില്ലേ? അല്ലാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അവർക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നില്ലേ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാലം ദീർഘിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നാണ്. ഹൃദയത്തിന് കാഠിന്യം സംഭവിച്ചപ്പോൾ ഖുർആനിക വചനങ്ങൾ സ്വാധീനമുണ്ടാക്കുന്നില്ല മനസ്സിൽ, ഈമാനിൽ, ഇഖ്ലാസിൽ, തഖ്വയിൽ സ്വാധീനമുണ്ടാക്കുന്നില്ല. അത് ഹൃദയത്തിന്റെ കാഠിന്യത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഉത്ബോധനം നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിക്കുന്ന, താക്കീതുകളെ ഭയപ്പെടുന്ന, നരകത്തെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഉപദേശം ലഭിച്ചാൽ അവരിൽ അത് സ്വാധീനമുണ്ടാക്കുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപദേശം ലഭിച്ചാൽ, ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ അവർക്ക് പേടി തോന്നും. അവർ താക്കീതുകളെ ഭയപ്പെടും, അള്ളാഹുവിനെ ഭയപ്പെടും. അതുകൊണ്ടാണ് താക്കീതുകളെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തുക. കാരണം ഖുർആൻ കൊണ്ട് ഉത്ബോധനം നടത്തിയാൽ ഹൃദയകാഠിന്യമില്ലാത്ത ആളുകൾക്ക് മാറ്റമുണ്ടാകും. എന്നാൽ ഖുർആൻ കൊണ്ട് താക്കീത് നൽകപ്പെട്ടിട്ടും ഖുർആൻ കൊണ്ട് ഉപദേശങ്ങൾ ലഭിച്ചിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അവർ അള്ളാഹുവിന്റെ താക്കീതുകളെ ഭയപ്പെടുന്നില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവരുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഈമാനിലും തഖ്വയിലും കുറവുണ്ട്, ഹൃദയം കടുത്തുപോയി എന്നാണ് അർത്ഥമാക്കുന്നത്. വേറെയും ധാരാളം വചനങ്ങൾ സമാനമായ ആശയത്തിൽ പരിശുദ്ധ ഖുർആനിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാനും നിങ്ങളും പരിശോധിക്കുക, നമ്മുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ടോ? ഖുർആനിക വചനങ്ങൾ നമ്മിൽ സ്വാധീനമുണ്ടാക്കുന്നില്ലേ? തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും സംഭവിച്ചുപോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനും ഖുർആനിന്റെ പഠനം നമുക്ക് പ്രചോദനമാകുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഹൃദയകാഠിന്യം ഇല്ലാതാകുവാൻ വേണ്ടി ആത്മാർത്ഥത വെച്ചു പുലർത്തിയും നല്ല നിലക്ക് ഖുർആൻ മനസ്സിലാക്കി നല്ല നിലക്ക് ഇൽമു പഠിച്ച് റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ ഹൃദയകാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഏവരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.